പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. ബോട്ടിൽ ടാസ്ക് കൊളാക്കിയതിന് എല്ലാത്തിനിട്ടും നല്ലത് കിട്ടുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് അനീഷിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനീഷ് കുളത്തിലൊക്കെ കുളിക്കാറുണ്ടോ എന്നുള്ളത്. അപ്പോൾ അനീഷ് ഉണ്ട് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ്, അതുകൊണ്ടാണോ ഞങ്ങൾ തരുന്ന ടാസ്കൊക്കെ കൊളാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത്. അതേപോലെ ആര്യൻ്റെ അടുത്ത് ചോദിക്കുന്നു. ആര്യൻ പറയുന്നത് കേട്ടല്ലോ, ഇത് ഇപ്പോൾ കൊളാക്കി തരാമെന്നുള്ളത്. അപ്പോൾ ആര്യൻ അങ്ങനെ പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുമ്പോൾ ലാലേട്ടൻ പറയുന്നു, അങ്ങനെ പറഞ്ഞില്ല എന്നെങ്ങാനുമാണ് പറയാൻ വരുന്നതെങ്കിലെന്ന്. അനുമോളോട് ലാലേട്ടൻ ചോദിക്കുന്നു, അത്രയും സ്ട്രിക്റ്റ് ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളത്. ജിഷിൻ പറയുന്നു, തനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അവിടെ ഉള്ളവർക്ക് എന്ന്. അക്ബർ പറയുന്നു, ഒണിയിലിനും ആദിലയ്ക്കും ഒക്കെ വേറെ ആർക്കും കിട്ടരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്ന്. അക്ബറിനും അതുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ ദിവസം അക്ബറിന്റെ നേതൃത്വത്തിലാണ് ആദ്യം പോയിട്ട് ആ കുപ്പികളൊക്കെ നശിപ്പിച്ച് കളയുന്നത്. ലക്ഷ്മീൻ്റെ അടുത്തും ബിന്നീൻ്റെ അടുത്തും ലാലേട്ടൻ ചോദിക്കുന്നു, ആരാണ് ഈ ടാസ്ക് കൊളാക്കിയതെന്ന്. അവരൊരു സംശയമില്ലാതെ അനീഷാണ് എന്ന് പറയുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അനീഷ് മാത്രമൊന്നുമല്ല, അനീഷിൻ്റെ കൂടെ ബാക്കിയുള്ളവരും കട്ടയ്ക്ക് നിന്നതുകൊണ്ടാണ് ആ ടാസ്ക് ആ രീതിയിൽ നശിച്ചു പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് തനിക്ക് കൊടുത്തിട്ടുള്ള ക്യാരക്ടർ പോലും മര്യാദയ്ക്ക് ചെയ്യാതെ അവിടെയും അലസത കാണിച്ചും ഭക്ഷണത്തിൻ്റെ പുറകെ മാത്രം നടന്നിട്ടുള്ള നെവിനും ഓവർ സ്ട്രിക്ട്നെസ് കാണിച്ച് ഈ ടാസ്കിനെ അടുത്തൊരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അനുമോളും, എന്ത് വന്നാലും ആര്യനും അക്ബറിനും അനീഷിനും ഒരു കോയിൻ പോലും കിട്ടരുത് എന്ന് വിചാരിച്ചിട്ട് അഹോരാത്രം പണിയെടുത്തിട്ടുള്ള ഒണീൽ, അഭിലാഷ്, ആദില, നൂറ, ആദ്യത്തെ ദിവസം ബോട്ടിലുകൾ വലിച്ചെറിയാനായിട്ട് നേതൃത്വം നൽകിയിട്ടുള്ള അക്ബർ, ആദില, നൂറ, നെവിൻ, അങ്ങനെ എല്ലാവർക്കും ഈ ടാസ്ക് കൊള്ളായതിൽ ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്.